ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മാർത്താസ് കോർണർ. നമ്മളിപ്പോൾ നിൽക്കുന്നത് അയ്യമ്പാറയിലാണ്. വളരെ അടിപൊളി ഒരു സ്ഥലമാണ്, കാണിച്ചു തരാമേ. ദേ ആ കാണുന്നത് ഇല്ലിക്കൽക്കലാണേ. ഈ റോഡിലൂടെയുള്ള യാത്ര പക്ക ഒരു വൈബായിരുന്നേ. നല്ലൊരു തണുപ്പുണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഇതുപോലുള്ള ഏരിയാസിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും വണ്ടി നിർത്തി കുറച്ച് ദൂരമൊക്കെ നടക്കേണ്ടി വരുവേ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും റോഡ് സൈഡിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ യാത്രയൊക്കെ വളരെ എളുപ്പമായിരുന്നു. റോഡും അത്യാവശ്യം നല്ല റോഡാണേ. കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ മാത്രം കുറച്ച് പൊട്ടലുണ്ട്, ബാക്കി റോഡ് പക്കാ റോഡായിരുന്നു. സൺഡേ ആയതുകൊണ്ടാണ് തോന്നുന്നല്ലേ ഇവിടെ അടച്ചിട്ടേക്കുന്നത്. ഇവിടെ ഇങ്ങനെ സെറ്റപ്പ് ഉണ്ടല്ലേ. അടിപൊളി അടിപൊളി. ഇച്ചു ഈ സമയത്ത് വന്നിട്ട് കോട ഉണ്ടോ? ഇപ്പൊ സമയം കറക്റ്റ് എത്ര അയച്ചു? 7:50 ഈ ഒരു വ്യൂ. ദൈവമേ, അപ്പിച്ചിലൂടെ വെളുപ്പാങ്കാലത്ത് വന്നിരുന്നെങ്കിൽ നമുക്ക് വിളിക്കുന്നല്ലേ. സോറി അടിപൊളി. അവിടെ ഇരിപ്പുണ്ട്. എന്ത് രസമായിച്ചു ഈ സ്ഥലം കാണാൻ. കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട മുട്ടറോഡിലായിട്ടാണ് നമ്മുടെ അയ്യമ്പാറ സ്ഥിതി ചെയ്യുന്നത്. ഇത് അതിമനോഹരമായ പാറക്കെട്ടുള്ള ഒരു പീഠഭൂമിയാണ് കേട്ടോ. ഇപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസായി മാറിക്കൊണ്ടിരിക്കുവാണേ. സമുദ്രനിരപ്പിൽ നിന്നും 2000 അടി ഉയരത്തിൽ 20 ഏക്കറിലധികം വ്യാപിച്ചു കിടക്കുന്ന ഈ കുന്ന് ഒരുപാട് ഐതിഹ്യങ്ങളാൽ നിറഞ്ഞു കിടക്കുന്നതാണേ. വീടല്ലേ കേട്ടോ. ഇല്ല, ഞാൻ സൂക്ഷിച്ചു നടക്കുന്ന. പ്രാദേശിക ഐതിഹ്യം അനുസരിച്ച് ഇതിഹാസമായ മഹാഭാരതത്തിലെ 5 പാണ്ഡവ സഹോദരന്മാർ അവരുടെ വനവാസ കാലത്ത് ഈ പാറയ്ക്കടുത്താണ് താമസിച്ചിരുന്നത്. 5 പാറകൾ എന്നർത്ഥം വരുന്ന അഞ്ചുപാറ എന്നതിൽ നിന്നാണ് അയ്യമ്പാറ എന്ന പേര് ഉരുത്തിരിഞ്ഞതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ സ്ഥിതി ചെയ്യുന്ന അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നുമാണ് ഈ പേര് വന്നതെന്ന് വിശ്വാസമുണ്ട്. ഇതാന്ന് തോന്നല അയ്യമ്പാറ ക്ഷേത്രം. കുഞ്ഞൊരു അമ്പലം അല്ലേ. ഇത്രയും വലിയ കുന്നിന്റെ മേളിൽ കുഞ്ഞൊരു അമ്പലം. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഈ അയ്യമ്പാറ കുന്നുകളെ സൂര്യാസ്തമയ സമയത്ത് അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ ഈ കുന്നിൻ മുകളിൽ നിന്നുള്ള തണുത്ത പർവ്വതക്കാറ്റും ഈ അടിപൊളി കാഴ്ചകളും ഒക്കെ നമ്മുടെ ലൈഫിലെ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി കുറച്ച് സമയം നല്ല സന്തോഷത്തോടുകൂടി വന്നിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണേ. എന്താ ഭംഗിയല്ല. ഈവനിങ് ടൈമിലൊക്കെ വന്ന് ഇരിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാ കേട്ടോ ഇത്. ഇതൊരു സൺസെറ്റ് ഇവിടുത്തെ അടിപൊളിയായിരിക്കും. നമുക്കിനി വേറെ ദിവസം വരാം കേട്ടോ സൺസെറ്റ് ഒക്കെ എടുക്കാനായിട്ട്. ശരിക്കും നമ്മള് ഇൻസ്റ്റാഗ്രാമിലൂടെ താങ്ക്സ് പറയണ്ടല്ലേ. ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഷോർട്സിൽ നിന്നാട്ടോ നമുക്ക് ഈ സ്ഥലം കിട്ടിയത്. ഇതാണ് ക്ഷേത്രം. ശരിക്കും നമ്മൾ ആ ഇൻസ്റ്റാഗ്രാമിലെ ഷോർട്സിൽ കണ്ടെന്ന് പറഞ്ഞാലും ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ലല്ലേ. അതിനകത്ത് കാണിക്കുമ്പോഴത്തേക്കും ചെറിയ എന്തോ ഒരു വ്യൂ ആ കാണിച്ചേക്കുന്നത്. പക്ഷെ ഇത് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ ഞെട്ടിപ്പോയി. കാര്യം അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കും. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഇങ്ങോട്ട്. ഈ യാത്രയിൽ നമ്മുടെ കൂടെ സെബിനും മരിയും ഉണ്ട് കേട്ടോ. കിയ, അയ്യമ്പാറ ഇഷ്ടപ്പെട്ടോ കിയാമ്മയ്ക്ക്? അടിപൊളിയാണോ? അയ്യമ്പാറ ഇഷ്ടപ്പെട്ടോ? എങ്ങനുണ്ട്?
നമ്മൾ നിൽക്കുന്നതേ ഒരു മലയുടെ മേളിലാണ്. ഇപ്പൊ സമയം 8:20 അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ പോവുകയാണേ. ഒരു ഈവനിങ് ടൈമോ അല്ലെങ്കിൽ ഒരു രാവിലെ ഒരു നല്ല സമയമൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യായിരുന്നു. ഓൾറെഡി നമ്മൾ വന്നപ്പോൾ തന്നെ ലേറ്റായി. അതുകൊണ്ടാണ് നമുക്ക് അധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റാതെ പോയത്. നല്ല വെയിലായി കേട്ടോ. ഇവിടെ നിൽക്കുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പാറയുടെ പുറത്തായതുകൊണ്ട് തന്നെ നിൽക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. എത്രയും പെട്ടെന്ന് ഇവിടെ രക്ഷപ്പെടണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ്. പോരാത്തതിന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാതെ ഇങ്ങോട്ട് വന്നത്. നടന്ന് നല്ല രീതിയിൽ തന്നെ ടയേർഡായെന്ന് പറയാം.